Who cares? അതാണ് ആറ്റിറ്റ്യൂഡ്. ഉള്ളിലുള്ള സ്ത്രീ, എൻ്റെ ഉള്ളിലുള്ള അമ്മ ഉറപ്പായിട്ടും അത് പ്രതികരിക്കും. ഞാൻ അങ്ങനെ തന്നെയാണ് പ്രതികരിച്ചിട്ടുള്ളത്. ലഭിച്ച പരാതികൾ പോലീസിന് കൈമാറി ആർജവത്തോടെ നീങ്ങാൻ സമാന പ്രശ്നങ്ങൾ CPM-ന് കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ് കോൺഗ്രസ് ചോദിക്കുന്നത്. മറ്റു പാർട്ടികളെ അപേക്ഷിച്ച് കോൺഗ്രസ് മാതൃകയാകുന്നത് എന്ന് പറയേണ്ടി വരും. കാരണം ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് ഒരു കപട ധാർമ്മികത അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് വരുന്നു എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. പാർട്ടിയും ശരിക്കും പെട്ടുപോയി. എങ്ങനെയാണ് രാഹുലിനെ സംരക്ഷിക്കുക, ഇനി എങ്ങനെ മുറുക്കി പിടിക്കും എന്നുള്ളൊരു ചിന്ത കോൺഗ്രസിനെ അലട്ടിയിരുന്നു. നാറിയവനെ ചുമന്നാൽ ചുമന്നവനും മാറുമെന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. യുവതലമുറയുടെ ആവേശവും പ്രതീക്ഷയുമായി പാർട്ടി ഉയർത്തിക്കാട്ടിയ നേതാവ് ചാനൽ ചർച്ചയിലെ വാദങ്ങളോട് കാച്ചിക്കുറുക്കിയ മറുവാദങ്ങൾ ഉയർത്തിയും നല്ല കവലപ്രസംഗങ്ങൾ കാഴ്ചവെച്ചും കോൺഗ്രസ് അണികളെ ഹരം കൊള്ളിച്ചുമെല്ലാം അസൂയാവഹമായ രാഷ്ട്രീയ വളർച്ച ശരവേഗത്തിൽ നേടിയ ആൾ. കരിയറും ജീവിതവും സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട് നഷ്ടമാക്കി കളഞ്ഞത് എത്ര പെട്ടെന്നാണ്. ഹീറോയിൽ നിന്ന് സീറോയിലേക്ക് എത്താൻ അധിക ദൂരമില്ല എന്ന് തെളിയിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ ജീവിതത്തിലൂടെ. കെ മുരളീധരൻ പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ചാപ്റ്റർ ക്ലോസ് ആയി. വനിതാ ജംഗ്ഷൻ ചർച്ച ചെയ്യുന്നു. അശ്വതി, പറഞ്ഞു നിർത്തിയെടുത്ത് തന്നെ തുടങ്ങുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ചാപ്റ്റർ ക്ലോസ് ആയി. അങ്ങനെ ക്ലോസ് ആവേണ്ട ഒരു വിഷയമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ. കാരണം കേസുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയല്ലേ. നമുക്കറിയാം ശ്രീജ, ഈ ഒരു വിഷയം ഓഗസ്റ്റ് 20 പൊതുസമൂഹത്തിലേക്ക് അല്ലെങ്കിൽ ജനമധ്യത്തിലേക്ക് ചർച്ചയാകുന്നത് എന്നുള്ളതാണ്. അതിനു മുൻപെയൊക്കെ പരാതിയൊക്കെ KPCCക്ക് കിട്ടിയിരുന്നുവെങ്കിലും ഒരു നിധിയായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വളർന്നു വരുന്ന യുവ തലമുറക്കാരനും കൂടിയായ രാഹുൽ എന്നത്. അതുകൊണ്ട് തന്നെ KPCCയോ അല്ലെങ്കിൽ പാർട്ടിയോ അതിനെ വേണ്ടുവോളം ഗവനിച്ചില്ല എന്നുള്ളതാണ്. പക്ഷേ വീണ്ടും അത് പൊങ്ങി ഇങ്ങനെ വന്നു. ട്രാൻസ്ജെൻഡർ വന്നു, നടി വരുന്നു, മാധ്യമങ്ങളിലേക്ക് മുമ്പിലേക്ക് രാഹുലിനെ തുറന്ന് കാട്ടപ്പെട്ടു. പിന്നെ അതിനുശേഷമാണ് അതിജീവിതയായ യുവതിയുടെ പരാതി എത്തുന്നത്. അതാണ് ഗൗരവമായ വിഷയത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ എത്തിച്ചതും അല്ലെങ്കിൽ പൊതു സമൂഹത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതും അങ്ങനെ തന്നെയാണ്. ആ ഒരു കേസ് വന്നതിൽ പിന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ശരിക്കും പെട്ടുപോയത് എന്നുള്ളതാണ്. അതിനു മുൻപേ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ പല കേസുകൾ വന്നപ്പോഴൊക്കെ അതിൽ നിന്നും എങ്ങനെയൊക്കെ ഒഴിഞ്ഞു മാറി രാഹുൽ അങ്ങനെ തടി തപ്പിയിരുന്നു. പാർട്ടിയും ശരിക്കും പെട്ടുപോയി. എങ്ങനെയാണ് രാഹുലിനെ സംരക്ഷിക്കുക, ഇനി എങ്ങനെ മുറുക്കി പിടിക്കും എന്നുള്ളൊരു ചിന്ത കോൺഗ്രസിനെ അലട്ടിയിരുന്നു. അപ്പോഴും പാർട്ടി പക്ഷേ അവസാനം വരെ ശ്രമിച്ചുകൊണ്ടിരുന്നു രാഹുലിനെ പൊതിഞ്ഞു നിർത്താൻ വേണ്ടി. പക്ഷേ ആ ശ്രമമൊക്കെ ഫലം കണ്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ കെ മുരളീധരൻ പറയുന്ന പോലെ തന്നെ ബ്രഹ്മാസ്ത്രം ഒടുവിൽ പാർട്ടിക്ക് പ്രയോഗിക്കേണ്ടി വന്നു. ശ്രീജ, തീർച്ചയായും എനിക്ക് ഈ കാര്യത്തിൽ എടുത്തു പറയേണ്ടത് കോൺഗ്രസിൻ്റെ ഒരു നിലപാടാണ്. പലരും ആരോപണം ഉന്നയിച്ചു, കോൺഗ്രസ് വളരെ വൈകിപ്പോയി, ശക്തമായി നിലപാടെടുത്തില്ല എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ഒരു നിലപാടിനെ ഞാൻ അനുകൂലിക്കുകയാണ്. കാരണം ഇങ്ങനൊരു പരാതി വന്നപ്പോൾ ആദ്യം തന്നെ യൂത്ത് കോൺഗ്രസ് ആ ഒരു സ്ഥാനം എടുത്ത് കളയുകയാണ് ചെയ്തത് കോൺഗ്രസ്. പക്ഷേ കുറച്ച് കാത്തു. വളർന്നു വരുന്ന ഒരു യുവ നേതാവാണ്, അങ്ങറ്റം വരെയും പോകാൻ സാധ്യതയുള്ളൊരു നേതാവാണെന്നൊക്കെ അവർക്കറിയാം. അതുകൊണ്ട് തന്നെ രാഹുലിൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കരുത് എന്ന് കരുതി പ്രൊട്ടക്റ്റ് ചെയ്തില്ല എന്നല്ല, എങ്കിൽ കൂടി അവർ കൃത്യമായൊരു നിലപാടെടുത്തു എന്ന് തന്നെ പറയണം. ഇവരോട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന CPM അടക്കം ഇത്തരത്തിൽ എന്ത് നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിക്കെതിരെ പാർട്ടിയുടെ മുതിർന്ന നേതാവിൻ്റേത് ഉൾപ്പെടെ പരാതികൾ ഉയർന്നിരുന്നു. എന്ത് നടപടിയെടുത്തു? അതുപോലെ മുകേഷ് MLA-ക്കെതിരെ പരാതി കിട്ടിയതിനാൽ പോലീസ് നടപടിയെടുത്തു. പക്ഷേ പാർട്ടി ഒന്നും ചെയ്തില്ല. മുകേഷിൻ്റെ പീഡനം തീവ്രത കുറഞ്ഞതാണെന്നൊക്കെ ഉള്ളൊരു ആരോപണം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവ് തന്നെ പറയുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തീവ്രത കൂടിയതാണ്, മുകേഷിൻ്റെത് തീവ്രത കുറഞ്ഞതാണ്. അത്തരത്തിലൊക്കെ ഉള്ള ഒരു അനുമാനത്തിലേക്ക് അവർ എത്തുകയാണ്. ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞൊരു അതും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, മുകേഷ് അന്നും ഇന്നും പാർട്ടി മെമ്പർ അല്ല. മുകേഷിനെതിരെ സംഘടനാ നടപടി എടുക്കാൻ പറ്റാത്തത് മുകേഷ് സംഘടനയിൽ ഇല്ലാത്തത് കൊണ്ടാണ്. ഇതൊക്കെയാണ് അവർ ഉന്നയിക്കുന്ന ഒരു വാദം. അപ്പോൾ ലഭിച്ച പരാതികൾ പോലീസിന് കൈമാറി ആർജവത്തോടെ നീങ്ങാൻ സമാന പ്രശ്നങ്ങൾ CPM-ന് കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ് കോൺഗ്രസ് ചോദിക്കുന്നത്. അതിൽ കഴമ്പില്ലേ? തീർച്ചയായും ഉണ്ട്. അതുതന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആ ഒരു വിഷയത്തിൽ വരുമ്പോഴേക്കാണ് മറ്റു പാർട്ടികളെ അപേക്ഷിച്ച് കോൺഗ്രസ് മാതൃകയാകുന്നത് എന്ന് പറയേണ്ടി വരും. കാരണം കോൺഗ്രസ് ഇപ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ രാഹുലിനെ പൊതിഞ്ഞു നിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വ്യാഖ്യാനിക്കുന്നതാണ്. എങ്കിൽ പോലും കോൺഗ്രസ് അവസാന നിമിഷത്തിലെങ്കിലും മാതൃക കാട്ടി എന്നുള്ളത് തന്നെയാണ്. അതിലെന്തായാലും കോൺഗ്രസിനെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. കാരണം CPM ഒന്നും കാണിക്കാത്ത ഒരു മാതൃക കോൺഗ്രസ് അമ്മമാർക്ക് വേണ്ടിയും സ്ത്രീകൾക്ക് വേണ്ടിയും ഒക്കെ കാണിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ശ്രീജ,
ശ്രീജ. നമുക്കറിയാം കഴിഞ്ഞ ദിവസം പല പ്രതികരണങ്ങളും അതിൽ നിന്നുമുണ്ടായി. അത്തരത്തിൽ സ്ത്രീകളോടൊപ്പം നിന്ന അമ്മമാർക്കൊപ്പം നിന്ന സ്ത്രീകളെ മനസ്സിലാക്കിയ വിഷയത്തിൽ ആ ഒരു കാര്യം എടുത്തു പറയേണ്ടതാണ്. രണ്ടാമത്തെ യുവതിയുടെ പരാതി വരുന്നു KPCCക്ക്. KPCC അത് മറച്ചു വെച്ചില്ല, അത് നേരെ DGPക്ക് ഫോർവേഡ് ചെയ്യുകയാണ് ഉണ്ടായത്. പക്ഷേ CPM-ൽ ഇങ്ങനെ എത്രത്തോളം പരാതികളുണ്ട്, പലയിടങ്ങളിലുണ്ട്. ആലപ്പുഴയിലുണ്ട്, കണ്ണൂരുണ്ടായിട്ടുണ്ട്, കോഴിക്കോടുണ്ടായിട്ടുണ്ട്. പാർട്ടിയിലടക്കം പാർട്ടിയിലെ പല നേതാക്കളെയും കണ്ട് നേരിട്ട് പലരുടെയും കാര്യങ്ങൾ പറഞ്ഞിട്ടും പല പരാതികളും വന്നിട്ടും അത് കെട്ടി അങ്ങനെ കിടക്കുന്നതല്ലാതെ എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ ശ്രീജ? അപ്പോൾ കോൺഗ്രസ് ചെയ്തത് എന്തായാലും നല്ല കാര്യം തന്നെയാണ്. അവർ അമ്മമാരെ കേൾക്കുന്നുണ്ട്, സ്ത്രീകളെ കേൾക്കുന്നുണ്ട്, അവർക്ക് പരിഗണന നൽകുന്നുണ്ട്. അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനത്തെ ഒരു നിലപാട് CPM എടുക്കാത്ത നിലപാട് എന്തായാലും കോൺഗ്രസ് എടുത്തിട്ടുണ്ട്. അത് നട്ടെല്ല് നിവർത്തി തന്നെ നേതാക്കൾക്ക് പറയാൻ കഴിയുകയും ചെയ്യും. ഒരു കാര്യം കൂടി ഞാൻ ഇതിനോടൊപ്പം പറയുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് ഒരു കപട ധാർമ്മികത അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് വരുന്നു എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിപ്പോൾ കോൺഗ്രസ് ആണെങ്കിലും ശരി തന്നെ, ഇടതുപക്ഷമാണെങ്കിലും ശരി തന്നെ. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കോൺഗ്രസ് തന്നെ പെട്ടെന്നൊരു നിലപാടെടുത്തത് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് അടുത്തത് കൊണ്ടാണ്. തെരഞ്ഞെടുപ്പിൽ അവർക്ക് വിജയം അത് അനിവാര്യമാണ്, അവരുടെ ആവശ്യമാണ്. നാറിയവനെ ചുമന്നാൽ ചുമന്നവനും നാറുമെന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. അതുകൊണ്ട് ഇനി രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രൊട്ടക്റ്റ് ചെയ്താൽ അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകില്ല എന്ന് അവർക്ക് ഉറപ്പുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നിലപാടെടുത്തു എന്ന് പറയാതെ വയ്യ ഈ ഒരു അവസരത്തിൽ. അതും നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. തീർച്ചയായും. മാത്രമല്ല മറു സൈഡും ഇത് തന്നെയാണ്. ആരോപണങ്ങൾ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ആരോപണങ്ങൾ കൂടുതലായി പല അവസരങ്ങളിൽ പലർക്കെതിരെ ഉയർന്നു വരുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം ധാർമ്മികത പറയുന്നതിൽ എന്താണ്? സ്ത്രീകൾക്കെതിരെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നടപടിയെടുക്കണം. നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഷഹനാസ് പറഞ്ഞ എന്തായിരുന്നു? അവർ പറഞ്ഞത് തനിക്കെതിരെ മോശം ഒരു പെരുമാറ്റം ഉണ്ടായപ്പോൾ അത് ഷാഫി പറമ്പിലിനെ അറിയിച്ചിരുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഷാഫി പറമ്പിൽ അന്ന് നടപടി എടുത്തില്ല, അല്ലെങ്കിൽ അത് പരിഹസിച്ച് തള്ളിയെന്ന് പറയുമ്പോൾ തനിക്ക് നേരെ ഉണ്ടായ ഒരു അപമാനമായിട്ടാണ് സ്ത്രീയെ പറയുന്നത്. അപ്പോഴൊക്കെ എന്തുകൊണ്ട് നടപടി എടുത്തില്ല എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട് അശ്വതി. തീർച്ചയായും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോഴും രാഹുൽ പറയുന്നുണ്ട്. രാഹുൽ 2018 ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. അതായത് അടി പതറുമ്പോഴും തെറ്റുകൾ കാണിക്കുമ്പോഴും ഒക്കെ തന്നെ തിരുത്താൻ പല ആളുകളുണ്ട്. പ്രത്യേകിച്ചും ഷാഫിക്കയുടെ കാര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എടുത്തു പറഞ്ഞിട്ടുള്ളത്. അപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, അപ്പോൾ ഈ തെറ്റുകളൊക്കെ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ താൻ തെറ്റിലേക്ക് നീങ്ങുമ്പോൾ ഇത്തരത്തിലുള്ളവരൊന്നും രാഹുലിനെ ഉപദേശിച്ചിട്ടില്ലേ, അല്ലെങ്കിൽ അനിയനായി കണ്ടവരൊന്നും രാഹുലിനെ ഉപദേശിച്ചിട്ടില്ലേ എന്നുള്ളതാണ്. പല പരാതികളും KPCCക്ക് അടക്കം ചെന്നിട്ടുണ്ട് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ പാർട്ടി എന്തുകൊണ്ട് ആ നിമിഷത്തിൽ രാഹുലിനെ തിരുത്തിയില്ല, പറഞ്ഞ് മനസ്സിലാക്കിയില്ല? ഇത്രയും വഷളായ വിഷയങ്ങളിലേക്ക് കടക്കേണ്ടി വന്നത് അതുകൊണ്ടല്ലേ എന്നുള്ളതാണ്. ശ്രീജ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ട് മുഖം രക്ഷിക്കാനുള്ള പാർട്ടിയുടെ നടപടിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അങ്ങനെയും വ്യാഖ്യാനിക്കാം. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് എന്താണ് വേണ്ടത്? പാർട്ടിയെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ്. അത് ഒരാളിൽ അവസാനിക്കാൻ പാടില്ല എന്ന നിലപാട് തന്നെയാണ് പ്രതിപക്ഷ നേതാവും മറ്റു നേതാക്കളും KPCC അടക്കം എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോഴും KPCC പറയുന്നുണ്ട് ACCയുടെ ഒരു നടപടി അല്ലെങ്കിൽ ഒരു നിലപാടില്ലാതെ KPCCക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ ഇല്ല എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും പാർട്ടി പുറത്താക്കിയത് എന്നുള്ളത് ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. അത് നേരത്തെ തന്നെ തീരുമാനിച്ച് എടുത്തതുമാണ്. കാരണം 2/25 വിധി വരുന്നു, 2/26 KPCCയുടെ പ്രസ് റിലീസ് വരികയാണ്. അപ്പോൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കാര്യം തന്നെയാണ് രാഹുലിനെ പുറത്താക്കുക എന്നുള്ളത്. ചോദ്യം അതല്ല. നേരത്തെയും പരാതികൾ വന്നപ്പോൾ എന്തുകൊണ്ട് രാഹുലിനെ തിരുത്തിയില്ല? ഗോഡ് ഫാദർമാരൊക്കെ ഒരുപാട് രാഹുലിനുണ്ടായിരുന്നായിരുന്നു. കാരണം പെട്ടെന്നുള്ള വളർച്ച പല നേതാക്കളും പല യുവജന നേതാക്കളും നമ്മുടെ ഇടയിലുണ്ട്, കോൺഗ്രസിലുണ്ട്. പക്ഷെ അവർക്കൊന്നും ഇല്ലാത്ത വളർച്ചയാണ് രാഹുലിനുണ്ടായത്. അപ്പോൾ ആ ഗോഡ് ഫാദർമാർ എന്തുകൊണ്ട് രാഹുലിനെ തിരുത്തിയില്ല? ട്രാൻസ്ജെൻഡർ അടക്കമുള്ള യുവതികൾ പരാതിയുമായി വരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാതികളൊക്കെ നിരന്തരം KPCCക്ക് ലഭിച്ചപ്പോൾ പോലും രാഹുലിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിന്നിരുന്ന പാർട്ടി എന്തുകൊണ്ട് പെട്ടെന്ന് നടപടിയിലേക്ക് നീങ്ങി എന്നുള്ളതാണ്. ഈ മെൻസ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു ആവശ്യം പൊതുവെ രാഹുൽ ഈശ്വർ അടക്കം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ചില അവസരങ്ങളിലൊക്കെ അത് സത്യമായി തോന്നാറുണ്ട്. എപ്പോഴും ന്യായം സ്ത്രീകളുടെ പക്ഷത്ത് മാത്രമല്ല, പുരുഷന്മാർക്കും ഒരുപാട് ന്യായം പറയാനുണ്ട്, അവർക്കും അവകാശങ്ങളുണ്ട് എന്നുള്ളൊരു കാര്യം ശരിക്കത് മനസ്സിലായത് ഉമ്മൻചാണ്ടി അനുഭവിച്ച യാതനകളുടെ കാര്യം ഓർമ്മ വരുമ്പോഴാണ്. എന്തായാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിലും സപ്പോർട്ടുമായിട്ടൊക്കെ ആളുകൾ എത്തിയിട്ടുണ്ട്. മോഡലും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായിട്ടുള്ള പ്രിൽന രാജ് എത്തിയിട്ടുണ്ട്. അവർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ എന്താണ് രാഹുൽ ചെയ്ത തെറ്റ്? വിവാഹിതരായ സ്ത്രീകൾക്ക് നിങ്ങൾ കൊടുക്കുന്ന പാഠം എന്താണ്? ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം. എന്നിട്ട് എന്തുകൊണ്ട് അവസാനം പുരുഷൻ മാത്രം അതിൽ കുറ്റക്കാരനാകുന്നു എന്നുള്ളൊരു ചോദ്യം ആ സ്ത്രീ ഉന്നയിക്കുന്നുണ്ട്. ഒരു സ്ത്രീയാണ് ഈ ഒരു ചോദ്യം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത്. ഇത്തരത്തിൽ ഒരുപാട് ആളുകളുടെ മനസ്സിലുള്ള ഒരു ചോദ്യം തന്നെയാണ്. പലപ്പോഴും പലരും അത് ചോദിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ്. അതാണ് നമ്മൾ ഉമ്മൻചാണ്ടിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ കാലത്തിൻ്റെ കാവ്യനീതിയായിരുന്നു ഉമ്മൻചാണ്ടിയിൽ
ഉണ്ടായിരുന്നത്. പക്ഷെ അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാകുമോ, അല്ലെങ്കിൽ അതൊക്കെ പിന്നീട് വരുന്ന വിഷയങ്ങളാണ്. ഇതൊക്കെ തെളിയേണ്ടതുണ്ട്, കോടതി കാണേണ്ടതുണ്ട്. അതൊക്കെ ഒരു വശത്ത് നിൽക്കുന്നു. ശ്രീജ സൂചിപ്പിച്ച പോലെ തന്നെ ഞാനും സോഷ്യൽ മീഡിയയിലൊക്കെ ശ്രദ്ധിച്ച കാര്യമാണ്. ഒരുപാട് സ്ത്രീകളും അമ്മമാരും ഒക്കെ രാഹുലിനെ പിന്തുണച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് അറിയില്ല. ചിലപ്പോൾ അവർക്ക് എന്തിൻ്റെയെങ്കിലും കാര്യത്തിൽ ബോധ്യമുള്ളത് കൊണ്ടായിരിക്കാം അത്തരത്തിൽ ആ ഒരു സപ്പോർട്ടൊക്കെ കിട്ടുന്നത്. പക്ഷേ മെൻസിന് വേണ്ടിയിട്ട് സംസാരിക്കാൻ ഇവിടെ ആളില്ലേന്ന് ശ്രീജ ചോദിച്ചു. നമുക്കറിയാം രാഹുൽ ഈശ്വറൊക്കെ അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ജയിലിലൊക്കെ കഴിയുന്നത് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ തീർച്ചയായും അത് തന്നെയാണ്, സ്ത്രീയും പുരുഷനും ഒരേ നീതി തന്നെ അർഹിക്കുന്നവരാണെന്നാണ് എൻ്റെ പക്ഷം. രണ്ട് കൈയും അടിക്കാതെ ശബ്ദം കേൾക്കില്ലല്ലോ ശ്രീജ. അപ്പോൾ ഒരു കൈയെ മാത്രം നമുക്ക് ശിക്ഷിക്കാൻ കഴിയുമോ എന്നുള്ളത് മറു ചോദ്യമുണ്ട്. പക്ഷേ ഈ രാഹുലിൻ്റെ കേസിൽ അങ്ങനെയുമല്ല ശ്രീജ. കാരണം ഈ അതിജീവിതം ഉന്നയിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഗർഭചിത്രം നടത്താൻ പ്രേരിപ്പിക്കുന്നു, ആ ഒരു സമയത്ത് തന്നെ പോയിട്ട് പീഡിപ്പിക്കുന്നു, ശാരീരിക വെല്ലുവിളികൾ, മാനസിക വെല്ലുവിളികൾ, ആ യുവതി കടന്നു പോകുന്ന ആ ഒരു സിൻഡ്രം, ആ ഒരു ഡ്രോമ എന്നൊക്കെ പറയുന്നത് വലിയൊരു എന്താ പറയുക, നമ്മളെ ഒരു വല്ലാത്ത തരത്തിൽ മാനസികമായി ബന്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. അതിലേക്ക് പോകുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത തെറ്റിനെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നതും അത് ചർച്ചയിലേക്ക് വരുന്നതും. അതാണ് ഇവിടുത്തെ വിഷയം പ്രധാനമായിട്ടും. ഈ രാഹുലിൻ്റെ കാര്യത്തിൽ എനിക്ക് എടുത്തു പറയേണ്ടത്, രാഹുലിൻ്റെ ഒരു ധാർഷ്ട്യമുണ്ട്. തനിക്ക് എന്തും ചെയ്യാൻ, താൻ അറിയപ്പെടുന്ന ഒരു നേതാവായി തന്നെ പിന്തുണയ്ക്കാൻ ആരൊക്കെ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ രാഹുലിനുണ്ട്. തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആളുണ്ട് എന്നൊരു തോന്നൽ രാഹുലിന് തുടക്കത്തിലുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ഹൂ കെയർസ് എന്ന് പൊതുമധ്യത്തിൽ ഈ ഇരകളെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് അവർക്ക് അദ്ദേഹത്തിന് മുന്നോട്ട് വരാൻ തോന്നിയത്. അപ്പോൾ ഇതൊക്കെ സാധിക്കും, രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ അല്ലെങ്കിൽ നല്ല പേരെടുത്തു കഴിഞ്ഞാൽ എന്തുമാകാം എന്നുള്ളൊരു തോന്നൽ രാഷ്ട്രീയക്കാർക്കിടയിലുണ്ട്. അതൊട്ടും ആശാസ്യമല്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് 3 വർഷം മുൻപ് വന്നൊരു പരാതിയുണ്ട്. അത് പ്രതിപക്ഷ നേതാവിൻ്റെയൊക്കെ ശ്രദ്ധയിൽ പെട്ട കേസുമാണ്, അല്ലെ പരാതിയുമാണ്, കേസല്ല പരാതിയുമാണ്. പക്ഷെ അപ്പോൾ എന്തുകൊണ്ടാണ് ആ ഒരു ഗൗനിക്കാതിരുന്നത് എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. അത് ശ്രീജ സൂചിപ്പിച്ച പോലെ തന്നെ പ്രൊട്ടക്ഷൻ ആളുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണല്ലോ അത് ചർച്ചയിലേക്ക് വരാതിരുന്നതും. പിന്നീട് അത് പ്രതിപക്ഷ നേതാവിന് സമ്മതിക്കേണ്ടിയും വന്നു. അങ്ങനെ ഒരു പരാതി തനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പിന്നീട് ഈ കേസൊക്കെ പൊന്തി വന്നപ്പോൾ പ്രതിപക്ഷ നേതാവിന് സമ്മതിക്കേണ്ടി വന്നു. അപ്പോൾ ആ ഒരു പ്രൊട്ടക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെയല്ലേ അന്ന് അത് തിരുത്തപ്പെടാതിരുന്നത്. അതെ, ഒരു ത്രയം അന്ന് രൂപപ്പെട്ടിരുന്നു. നമുക്കറിയാം പാലക്കാട് ഇലക്ഷന്റെ സമയത്ത് ഒരു ത്രയം, ആ ത്രയം പിന്നെ വി.ഡി. സതീശൻ പതുക്കെ പിൻവാങ്ങുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. കാരണം പിടിച്ചാൽ കിട്ടില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു ഉറപ്പ് അദ്ദേഹത്തിന് കാര്യങ്ങളുടെ പോക്ക് കണ്ടപ്പോൾ മനസ്സിലായി. പതുക്കെ വി.ഡി. സതീശൻ പിൻവാങ്ങുന്ന ഒരു റിബലായി പിന്നെ വി.ഡി. സതീശൻ നിൽക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കേസ്, അതിൽ ഈ സപ്പോർട്ട് കിട്ടുന്നു എന്നുള്ളൊരു കാര്യം ഉറപ്പിച്ച് പറയാതെ തരമില്ല. കാരണം പോലീസിൽ നിന്ന് പോലും അദ്ദേഹത്തിന് സപ്പോർട്ട് കിട്ടുകയാണ്. കാരണം നിൽക്കുന്നിടത്തുനിന്ന് മുങ്ങുകയാണ്. അപ്പോൾ എവിടെയാണെന്നുള്ള പോലീസിനെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ 9 ദിവസമായിരിക്കുന്നു, 8 ദിവസം കഴിഞ്ഞിരിക്കുന്നു, ദിവസങ്ങൾ ഇങ്ങനെ പിന്നിട്ട് കൊണ്ടേയിരിക്കുകയാണ്, ഇപ്പോഴും കണ്ടെത്താനാകുന്നില്ല എന്ന് പറയുമ്പോൾ എന്ത് അത്ഭുതമാണ് നടക്കുന്നത് എന്നുള്ളതാണ്. ദിവസം എന്ന് പറയുമ്പോൾ ഒരു പിടികിട്ടാപ്പുള്ളിയൊന്നുമല്ലല്ലോ, ഒരു MLA ആയിരുന്നു. ഈ പരാതി അല്ലെങ്കിൽ ഈ കേസ് കൊടുക്കുമ്പോഴും അതിജീവിത അല്ലെങ്കിൽ യുവതി മുഖ്യമന്ത്രിയെ കാണുമ്പോൾ പാലക്കാട് പ്രചാരണത്തിൽ ഇറങ്ങിയിരിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്നുള്ളത്. അപ്പോൾ പിടികിട്ടാപ്പുള്ളിയൊന്നുമല്ല എന്നുള്ളതാണ്. വേണമെങ്കിൽ പോലീസിന് പിടിക്കാമായിരുന്നു. അപ്പോൾ പോലീസിലും ഇത്തരത്തിൽ സ്വാധീനമുണ്ടോ എന്നത് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ മെൻസ് കമ്മീഷന്റെ കാര്യം പറഞ്ഞു. മെൻസ് കമ്മീഷന്റെ കാര്യം പറയുമ്പോൾ പോലും സ്ത്രീകൾക്ക് കൃത്യമായി ഇത്രയധികം ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഒട്ടും കുറയുന്നില്ല, പ്രത്യേകിച്ച് സൈബർ ഇടങ്ങളിൽ. ഈ അതിജീവിതയ്ക്ക് പോലും എത്രത്തോളം മാനഹാനിയാണ് ഈ സൈബർ ഇടങ്ങളിൽ നേരിടേണ്ടി വന്നത് എന്നുള്ളൊരു കാര്യം എടുത്തു പറയണം. പക്ഷേ അതുകൊണ്ടാണ് ഇതിനൊരു പ്രസക്തി, സ്ത്രീകൾക്ക് വീണ്ടും സംരക്ഷണം വേണമെന്നുള്ള ആവശ്യങ്ങൾ ഉയർന്നു വരുന്നത്. കാരണം ഇത്രയൊക്കെ പ്രൊട്ടക്ഷൻ ഉണ്ടായിട്ട് പോലും അവർക്കെതിരെയുള്ള ആക്രമണങ്ങൾ അവസാനിക്കുന്നില്ല. ഇതിനൊക്കെ കൃത്യമായൊരു മാനദണ്ഡങ്ങൾ വേണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പുല്ലുവില കൽപ്പിച്ചതുകൊണ്ടല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രയും കേസുകളും പരാതികളും ഒക്കെ നിൽക്കുന്ന സമയത്ത് പോലും ഈ ഒരു പ്രചാരണത്തിനായി MLA പാലക്കാട് പ്രചാരണത്തിൽ ഇറങ്ങുക എന്ന് പറയുന്നത് എത്രത്തോളം ധൈര്യമുള്ളത് കൊണ്ടാണ്. തന്നെ ആരൊക്കെയോ പ്രൊട്ടക്റ്റ് ചെയ്യാനുണ്ട്, താൻ MLA ആണ്, നിയമം ഒന്നും നമുക്ക് ഏൽക്കില്ല, അല്ലെങ്കിൽ അതൊന്നും എനിക്ക് പുല്ലുവിലയാണ് എന്നൊക്കെ കൽപ്പിക്കുന്നത് കൊണ്ടായിരിക്കുമല്ലോ ഒരുപക്ഷെ ഇത്രയും പരാതികളും ഇത്രയും ചർച്ചാ വിഷയമായി ഈ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ, രാഹുലിൻ്റെ വിഷയം നിൽക്കുമ്പോൾ രാഹുൽ പ്രചാരണത്തിൽ ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെയാണ്. തെറ്റുകൾ ചൂണ്ടിക്കാട്ടി തന്നെയാണ് കോടതി രാഹുൽ മാങ്കൂട്ടത്തലിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ നിഷേധിച്ചത്. അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് എന്തായാലും ഇനി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നത് തന്നെയാണ് പ്രതീക്ഷ. രാഹുലിന്റെ വിധി എന്തായാലും ഇത്തരത്തിലുള്ള ആളുകൾക്ക് താക്കീതാണ്, പാഠമാണ്.